ഹായ്, ഹാപ്പി ഉത്രാടം. ഇതൊക്കെ ഇതിൻ്റെ വീഡിയോ വരുമ്പോഴത്തേക്ക് എന്തായാലും ഉത്രാടം കഴിയും കേട്ടോ. ഉത്രാടം കഴിഞ്ഞ് തോണവും കഴിയും. അതിനുശേഷം വീഡിയോ എത്തുള്ളൂ. എന്തായാലും ഹാപ്പി ഉത്രാടം കേട്ടോ. എന്തായി നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ആയോ? ഞാനിവിടെ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങി, കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങി. പിന്നെ അതിൽ നമുക്ക് കാണുമല്ലോ പിന്നെയും വാങ്ങിക്കാത്ത കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകണം. പിന്നെ ഞാൻ സാധാരണ ഈ പച്ചടി കിച്ചടി അച്ചാറൊക്കെ ഞാൻ തലേദിവസം ആക്കി വയ്ക്കും. ഇനിയിപ്പോൾ അതൊക്കെ ആക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണോ ആക്കുന്നത്? ഞാൻ അങ്ങനെ ആക്കാറ്. കാരണം രാവിലെ ബുദ്ധിമുട്ടല്ലേ, രാവിലെ അതിൻ്റെ തലേദിവസത്തെ അത് മതി നമുക്ക് വയ്ക്കുമ്പോഴത്തേക്ക്. കാരണം പിന്നെ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, കുറച്ച് വയ്ക്കത്തുള്ളൂ. എല്ലാം കുറച്ച് അങ്ങനെയാണ് സാധാരണ എല്ലാ വർഷവും അങ്ങനെയാണ് വയ്ക്കാറ്. വേറെ ആരും അങ്ങനെ എല്ലാവരും വീട്ടിലല്ലേ. രണ്ടാമത്തിനാണ് അങ്ങ് പോകുന്നത്, ഹസ്ബൻഡ് വീട്ടിൽ പോകുന്നത്. ഞങ്ങളുടെ തിരുവോണം എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസ് വരുന്ന വഴിയേ കാണാം. ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഉണ്ടാക്കുന്ന വീഡിയോസും അങ്ങനെ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. ബൈയോ. ആദ്യം തന്നെ ഞാൻ പൈനാപ്പിൾ വാങ്ങാനാണ് കേട്ടോ പോയത്. പൈനാപ്പിളിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. 90 രൂപ എന്തായിരുന്നു ഞാൻ വാങ്ങിയത്. അത്യാവശ്യം നല്ല സൈസ് കുറവായിരുന്നു. എന്തും കൂടെ 90 രൂപയായിരുന്നു. കടയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വയ്ക്കുക. അപ്പം ഞാൻ ഒരു ചെറിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങാത്ത കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങാത്ത ടൈപ്പൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് സാധനം എടുത്തു. ഈ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ വാങ്ങിയ സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ ഞാൻ എടുത്ത് അങ്ങ് വെക്കും കേട്ടോ. പിന്നെ അവിടെ കിടന്നിട്ട് വീണ്ടും ഒരുപാട് അങ്ങ് വീണ്ടും അതിൻ്റെ വീണ്ടും സാധനങ്ങളായിപ്പോൾ അത് ഞാൻ പിന്നെ അവിയലിനൊക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ തലേദിവസം. ഇത് ഉഴുന്നാണ് കേട്ടോ, നമ്മുടെ തോടുള്ള ഉഴുന്നില്ലേ, അതിന് ഞാൻ ഇതിട്ടിട്ട് ഒരു കൂട്ടുകറി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം ഉഴുന്ന് എല്ലാം തോടുള്ള ഞെക്കകളിൽ വെക്കുമായിരുന്നു കേട്ടോ. ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ഒരു സ്പ്രേ വാങ്ങിയില്ലേ, അതെടുത്ത് വെയിറ്റിൻ്റെ ബേക്കിൽ അടിച്ചു തരാം കേട്ടോ. ഒരു പാറ്റ പറഞ്ഞതിൻ്റെ ദേഹത്ത് വന്നിരുന്നുണ്ട്. എനിക്ക് എന്താ പാറ്റ ഒത്തിരി പേടിയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചായ, അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ ഞാനും കുറച്ച് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതവിടെ ഇരുന്ന് തണുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഈ ഫോണിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്കറി. നമ്മൾ ഈ ഓരോ വർഷത്തിലും മാത്രമാണല്ലോ ഇഞ്ചിക്കറിയൊക്കെ വയ്ക്കുന്നത്. ഞാൻ അങ്ങനെ കേട്ടോ വയ്ക്കുന്നത്. നമ്മൾ ഓണത്തിന് മാത്രമാണ് ഇഞ്ചിക്കറിയൊക്കെ. അപ്പോൾ അതൊക്കെൻ്റെയൊക്കെ റെസിപ്പി ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് സാധാരണ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറ്. പിന്നെ മാങ്ങ അച്ചാറിടണമായിരുന്നു. മാങ്ങ ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കേട്ടോ ഞാനിടുന്നത്. ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞിട്ട് ഉണക്കി നല്ല ചൂടത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചേക്കും. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അച്ചാർ ഇങ്ങനെ മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ഒഴിക്കുക. ഇൻസ്റ്റൻ്റായിട്ട് വെച്ച അച്ചാർ ഇവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കാണുമ്പോഴത്തേക്ക് തന്നെ നല്ല രസമുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രം മതി എന്ന് തോന്നുന്നു കഴിക്കാനായിട്ട്. ഇത് പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടിനെ കിച്ചടി ഉണ്ടാക്കണം. ഇതെല്ലാം ഞാൻ ഡ്രസ്സൊക്കെ മാറും കേട്ടോ. നല്ല ചൂടായിരുന്നു അതെടുത്ത് ഇട്ടപ്പോഴത്തേക്കും. വീട്ടിലുള്ള ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖമാണല്ലേ. അതിൻ്റെ സുഖം പറഞ്ഞിരിക്കും. എൻ്റെ മോളാണ് കേട്ടോ. അവളിങ്ങനെ പാത്രമൊക്കെ കഴുകി കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും. ഇത്ര വലുതായില്ലേ, ചെറിയ ജോലിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇഞ്ചിക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചിയുടെ മണം വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഓണം വന്നതായിട്ട് എനിക്ക് തോന്നണേ. വേറെ എന്ത് വാങ്ങിയാലോ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ സാധനം വാങ്ങുന്നത്. പക്ഷേ ഇഞ്ചി വർഷത്തിൽ ഒരു തവണ വെക്കുന്നുണ്ടാവും, അറിയത്തില്ല. ഇഞ്ചി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ. അത് വരുമ്പോഴത്തേക്ക് ഓണം എത്തി ഒരു ഫീൽ വരും. പിന്നെ പച്ചടി കിച്ചടിക്ക് വെള്ളരിക്കയും ബീട്രൂട്ടും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിയാണ് ഇങ്ങനെ മണത്ത് ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ച ഇഞ്ചിക്ക് കുറച്ച് മൂപ്പ് കുറവായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു അംഗം കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പച്ചടി ഉണ്ടാക്കി, കിച്ചടി ഉണ്ടാക്കി, പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി, മാങ്ങ, പൈനാപ്പിൾ തൊടുകറി, ഇതെല്ലാം ഇന്നുണ്ടാക്കി കേട്ടോ. മിക്കപ്പോഴും ഇന്നുണ്ടാക്കി തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ തേങ്ങ തിരുക്കി വയ്ക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുക്കള കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കാൻ പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി. ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. ഇത് വെള്ളരിക്ക കിച്ചടി. പിന്നെ ഇത് ഇഞ്ചിക്കറി കുറച്ചേ ഉണ്ടാക്കില്ല കേട്ടോ. വലുതായിട്ട് ഞാൻ കഴിക്കത്തില്ല, ഹസ്ബൻഡ് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഇത് ഇവിടെ മാങ്ങ അച്ചാർ. ഇത് നേരത്തെ കണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. നേരത്തെ ആകുമ്പോൾ നല്ല റെഡാണ് കാണുമ്പോൾ തന്നെ അങ്ങനെ കഴിക്കാൻ തോന്നും. പക്ഷേ ക്യാമറയിൽ വരുമ്പോഴത്തേക്കും വേറൊരു കളറാണ്. പിന്നെ ഇത് പൈനാപ്പിൾ തൊടുകറിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമാണ്, നാളെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഉണ്ടാക്കിയേ.
ഓക്കെ, പിന്നെ കിച്ചണൊക്കെ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്തു. ഇതാരാണ് എന്താണ്? അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് തിരികെ വയ്ക്കണം. ബാക്കി ഇത്രയേ ഉള്ളൂ പണി. ബാക്കി ഇതെല്ലാം എടുത്തൊന്ന് വയ്ക്കണം. ബാക്കി നാളെ എഴുന്നേൽക്കണം. ഇപ്പോൾ പൂവും കൂടെ കാണിക്കാവേ. അത്തപ്പൂവിൻ്റെ പൂവ് അതും കൂടെ കാണിച്ചിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വന്നിട്ട്. ഇലയൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഇല എന്നാലും ഈ മാവേലി അവൾ കൊടുത്തു വിട്ടതാണ്. അത് എന്തോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെ പൂവ് അനിയൻ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നാളത്തേക്ക് വേണ്ടിയിട്ട് പേപ്പറിലിട്ടിട്ട് നിരത്തിയിടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ചീത്തയപ്പോത്തിന് ചൂടും കൂടെ അല്ലേ. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നാളെ വെക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ രാത്രിയിലാണ് കേട്ടോ വാങ്ങുന്നത്. നമ്മൾ നേരത്തെ വാങ്ങിയാൽ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ ലേറ്റായിട്ട് വാങ്ങുമ്പോഴത്തേക്ക് അവരെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് കേട്ടോ. മോനെ ഇത് കണ്ടിട്ടപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. പൂവൊക്കെ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.